സോ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിയോണസ് എസ് എൽ സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 6 സമരവും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിൽക്കുവാണ് ഇത് പ്രഡിക്ഷൻ എന്നൊക്കെ പറയാം. ഈ ചാനലിൽ നിന്ന് ഈ ഒരു ചാപ്റ്റർ ഇന്ന് നാളെ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് വരാൻ പോകുന്ന ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ആണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് A+ ഉറപ്പാക്കാൻ സാധിക്കും. ഈ വീഡിയോ മാത്രമല്ല, ഇതുപോലെ വരുന്ന വീഡിയോ സോഷ്യൽ സയൻസിലെ വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് A+ ഉറപ്പാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം നമ്മൾ നിങ്ങൾക്ക് അറിയാം, ഹിസ്റ്ററിയിൽ 5 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ സംസ്കാരവും സ്വാതന്ത്ര്യവും എന്ന് പറഞ്ഞ സംസ്കാരവും ദേശീയത എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കൾച്ചർ ആൻഡ് നാഷണലിസം എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് സമരവും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. സ്ട്രഗിൾ ആൻഡ് ഫ്രീഡത്തിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചോദ്യം നോക്കാം. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏതെല്ലാം? ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏതെല്ലാം? ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധീസ് ആണ്. അത് 3 എണ്ണമുള്ളത്. ദ സ്ട്രഗിൾ ഓഫ് ഇന്ത്യൻ ഫാമേഴ്സ് ഇൻ ചമ്പാരൻ, പെസന്റ് സ്ട്രഗിൾസ് ഇൻ ഖേദ, അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്. അഹമ്മദാബാദിലെ തുണിമിൽ സമരം, ഖേഡയിലെ കർഷക സമരം, ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം. ഇങ്ങനെ 3 എണ്ണമാണുള്ളത്. ഒരു 75% ചാൻസ് ഉണ്ട് നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ. ഓക്കെ, 75% ചാൻസ് ഉണ്ട്. ചിലപ്പം 3 മാർക്കിനാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഈ പോയിന്റ് മാത്രം എഴുതി വെച്ചാൽ മതി. അല്ലെങ്കിൽ 4 ചിലപ്പോൾ ഒരു essay ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ വിവരിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് ഫസ്റ്റ് നോക്കാം. ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം. ഓക്കെ, നീളമല്ല നീലമാണ്. ഓക്കെ, നീലം. ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം അത് ബീഹാറിലായിരുന്നു. 1917 വർഷമൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അതിന്റെ കാരണം നീലം കർഷകരുടെ ദുരിതപൂർണമായ ജീവിതം. ഫലം ഗാന്ധിജി ഇടപെടുകയും നീലം കർഷകർക്ക് അനുകൂലമായ നിയമം പാസ്സാക്കാൻ അധികാരികളെ നിർബന്ധിക്കുകയും ചെയ്തു. ഓക്കെ, ഇത് ഇംഗ്ലീഷ് മീഡിയം നോക്കാൻ. ദ സ്ട്രഗിൾ ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ചമ്പാരൻ, ബീഹാറിലാണ്, 1917. ദ റീസൺ, ദ മിസറബിൾ ലൈഫ് ഓഫ് ദ ഫാമേഴ്സ്. ദ റിസൾട്ട്, ഗാന്ധിജി ഇന്റർവെൻ ആൻഡ് ഫോഴ്സ് ദ അതോറിറ്റീസ് ടു പാസ് എ ലോ ഇൻ ഫേവർ ഓഫ് ദ നീലം ഫാമേഴ്സ്. ഓക്കെ, അടുത്ത് നോക്കാം. ഖേഡയിലെ കർഷക സമരം. ഖേഡയിലെ കർഷക സമരം ഗുജറാത്തിലായിരുന്നു. 1918 കാരണം പ്ലേഗ് ബോണസ് പിൻവലിച്ചത്. ഫലം ഗാന്ധിജി ഇടപെടുകയും തൊഴിലാളികളുടെ ശമ്പള വർധനവ് മില്ലുടമകൾ അംഗീകരിക്കുകയും ചെയ്തു. പെസന്റ് സ്ട്രഗിൾസ് ഇൻ ഖേദ ഗുജറാത്തിലാണ്, 1918. റീസൺ, വിഡ്രോവൽ ഓഫ് പ്ലേഗ് ബോണസ്. ദ റിസൾട്ട്, ഗാന്ധിജി ഇന്റേൺഡ് ആൻഡ് മില്ലേഴ്സ് അക്സെപ്റ്റ് ദ സാലറി ഹൈക്ക് ഓഫ് ദ വർക്കേഴ്സ്. നിങ്ങൾക്ക് ഖേഡയിലെ കർഷക സമരവും അഹമ്മദാബാദിൽ കോട്ടൺ മിൽ സ്ട്രൈക്കും ഇതല്ല. അഹമ്മദാബാദിൽ തുണിമിൽ സമരമാണ്. അഹമ്മദാബാദിലെ തുണിമിൽ സമരവും ഏകദേശം ഒരേ സമയത്താണ് നടന്നത്. ഓക്കെ, ഏകദേശം ഒരേ സമയത്താണ് നടന്നത്, ഒരേ സ്ഥലത്തുമാണ് നടന്നത്. അഹമ്മദാബാദിലെ തുണിമിൽ സമരം ഗുജറാത്തിലും 1918 നടന്നത്. രണ്ടും ഖേഡയിലെ തുണിമിൽ സമരവും ഖേഡയിലെ കർഷക സമരവും അഹമ്മദാബാദിലെ തുണിമിൽ സമരവും രണ്ടും ഒരേ സ്ഥലത്ത് ഒരേ വർഷമാണ് നടന്നത്. റീസൺ, the authorities decided to collect taxes when there was drought and crop damage. അധികാരികൾ വരൾച്ചയും കൃഷിനാശവും ഉള്ളപ്പോൾ നികുതി പിരിക്കാൻ തീരുമാനിച്ചാണ് ഖേഡയിലെ തുണിമിൽ സമരത്തിന് കാരണം. ദ റിസൾട്ട്, ഗാന്ധിജി ഇന്റർവെൻഡ് ആൻഡ് ദ ഗവൺമെന്റ് വാസ് റെഡി ടു ഗിവ് ടാക്സ് കൺസെഷൻ. ഫലം, ഗാന്ധിജി ഇടപെടുകയും സർക്കാർ നികുതി ഇളവുകൾ നൽകാൻ തയ്യാറാവുകയും ചെയ്തു. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ആ ഒരു ഗാന്ധിജിയുടെ ആദ്യകാല സമരത്തിൽ നിന്ന് വരാൻ പോകുന്ന ചോദ്യങ്ങൾ. ഇത് നിങ്ങൾ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്കിനാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വിവരിക്കാനുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വിവരിച്ചു കൊടുക്കാം. ചിലപ്പോൾ essay ആയിട്ട് ചോദിച്ചാലും നിങ്ങൾക്ക് ഇത് വിവരിച്ചു കൊടുക്കാവുന്നതാണ്. essay ആയിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ വർഷം നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. വർഷമൊക്കെ അവിടെ ആവശ്യം വരുന്നത്. ഓക്കെ, നമുക്ക് അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ എന്തെല്ലാം? റിസൾട്ട്സ് ഓഫ് ദ ഏർലി സ്ട്രഗിൾസ് ഇൻ ദ ഗാന്ധിജി ടുക്ക് അപ്പ് ഇൻ ഇന്ത്യ എന്നാണ്. നമുക്ക് ഫസ്റ്റ് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ. ദ സ്ട്രഗിൾസ് ഹി ടുക്ക് അപ്പ് പോപ്പുലറൈസ്ഡ് ഹിസ് ഐഡിയോളജീസ് ആൻഡ് മെത്തേഡ് ഓഫ് പ്രൊട്ടസ്റ്റ്. ഗാന്ധിജിയുടെ സമര രീതി ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. Till his entry into the political scenario, national movement was confined to the educated section of the society. His methods of protest attract the laymen to the movement. വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങളും ആകർഷിക്കപ്പെട്ടു. The city-centric national movement spread into the rural areas. പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന് ഗ്രാമപ്രദേശങ്ങളിലും വേരോട്ടമുണ്ടായി. ഗാന്ധിജി became a national leader acceptable to all strata of the society. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ ദേശീയ നേതാവായി ഗാന്ധിജി മാറി. ഇത് നാളെ ഒരു 50% ചാൻസ് ഉണ്ട്. നാളെ ഒരു 50% ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നിങ്ങൾ പഠിച്ചു വെക്കുക. നാളെ ഇതിൽ 50% ചാൻസ് ഉണ്ട്. നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യം റൗലത്ത് ആക്ട് ആണ്. നിങ്ങൾ പഠിച്ചു വെക്കുക. ഒരു 99% ചാൻസ് ഉണ്ട് നാളെ ചോദിക്കാൻ.
റൗലത്ത് ആക്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാൻ എന്ന പേരിൽ പൗരാവകാശങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് 1919 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് റൗലത്ത് ആക്ട് എന്ന് പറയുന്നത്. ഈ നിയമപ്രകാരം ഏതൊരു വ്യക്തിയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ അടക്കപ്പെടുകയും ചെയ്യാം. ആസ് പെർ ദിസ് ആക്ട് എനി പേഴ്സൺ കുഡ് ബി അറസ്റ്റഡ് ആൻഡ് ഇംപ്രിസൺഡ് വിത്തൗട്ട് ട്രയൽ. ഈ ഒരു സെന്റൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അറിയാം. ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾ പഠിച്ചു വെക്കുക. മൊത്തം ഒന്നും പഠിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു പോയിന്റ് മാത്രം വെക്കുക. റൗലത്ത് നിയമത്തിനെതിരെ നടന്നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. പഞ്ചാബിലെ അമൃതസറിലാണ് നടന്നത്. സൈഫുദ്ദീൻ കിച്ലു, സത്യപാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് 1919 ഏപ്രിൽ 13-നാണ്. ഓക്കെ, 1919 ഏപ്രിൽ 13-നാണ് റൗലത്ത് നിയമത്തിനെതിരെയാണ്. പഞ്ചാബിലെ അമൃതസറിലാണ് സൈഫുദ്ദീൻ കിച്ലു അതുപോലെ സത്യപാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് അമൃതസറിൽ. പിന്നെ നിങ്ങൾക്ക് നോക്കാനുള്ളത് അത്രയ്ക്കൊന്നുമില്ല, അത്രയൊക്കെ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു കഥയൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അടുത്ത വരുന്ന നിസ്സഹരണ സമരത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം നമുക്കറിയാം. ആദ്യ ദേശീയ സമരമാണ്. ഓക്കെ, ആദ്യ ദേശീയ സമരമാണ് നിസ്സഹരണ സമരം. ആദ്യ ദേശീയ സമരം നിസ്സഹരണ സമരം. അവസാന ദേശീയ സമരം ക്വിറ്റ് ഇന്ത്യ ആണ്. ആദ്യ ദേശീയ സമരമാണ് നിസ്സഹരണ സമരം. ചിലപ്പോൾ നാളെ ഒരു വൺ വേർഡ് ആയിട്ട് വല്ലതും ചോദിക്കാം. ഗാന്ധിജിയുടെ ആദ്യ ദേശീയ സമരം ഏതൊന്നും ചിലപ്പോൾ ഒരു വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. അങ്ങനെ അതുകൊണ്ടാണ് പറഞ്ഞത് നിസ്സഹരണ സമരത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ നാളെ നിങ്ങൾക്ക് ഇതൊരു 50% ചാൻസ് ഉണ്ട്. ഇതൊരു 50% ചാൻസ് ഉണ്ട് നാളെ ചോദിക്കാൻ. നിസ്സഹരണ സമരത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? 50% ചാൻസ്. വക്കീലന്മാർ കോടതി ബഹിഷ്കരിക്കുക, ദേശവസ്തുക്കൾ ബഹിഷ്കരിക്കുക, അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക, നികുതി നൽകാതിരിക്കുക, വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. ഓക്കെ, ലോയേഴ്സ് ഷാൾ ബോയ്കോട്ട് കോഴ്സ്, സ്റ്റുഡൻസ് ഷാൾ ബൈക്കോ ഇംഗ്ലീഷ് സ്കൂൾ, denial of taxes, returning the British award and prizes, boycott elections, the public shall boycott foreign products. ഓക്കെ, ഇത്രയാണുള്ളത്. പിന്നുള്ളത് ഗാന്ധിജിയുടെ ആഹ്വാനം സ്വീകരിച്ചതിന് ചില ഉദാഹരണങ്ങൾ. ഇന്ത്യയിലെ ജനങ്ങൾ ഗാന്ധിജിയുടെ ആഹ്വാനം സ്വീകരിച്ചതിന് ഉദാഹരണം കൊടുക്കാനാണ്. അപ്പം farmers in Awadh refused to pay taxes. The tribal groups in northern Andhra entered the forest and collected the forest produces, violating the forest laws. Farmers in Uttar Pradesh refused to carry the luggage to the colonial offices. Workers struck work. Lawyers boycotted courts. Students quitted colleges and schools run by British. The public, including women, and burned foreign clothes on the streets. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതൊരു 50% ചാൻസ് ഒന്ന് ചോദിക്കാൻ. ഓക്കെ, പിന്നെ ഇതിൽ ഞാൻ സ്ലൈഡ് ഉൾപ്പെടുത്താൻ മറന്ന ഒരു സംഭവമുണ്ട്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. നിസ്സഹരണ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഓക്കെ, നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. നിർമ്മാണ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ ഒരു 4 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കാവുന്നതാണ്. ഒരു 25% ചാൻസ് ഉണ്ട്. 4 മാർക്കിനോ 3 മാർക്കിനോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അടുത്ത പറയുന്നത് സിവിൽ നിയമ ലംഘനത്തിന്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊക്കെ. സിവിൽ നിയമ ലംഘനത്തിന്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ലെങ്ത് കൂടിപ്പോകും, വീഡിയോ ലെങ്ത് കൂടിപ്പോകും. ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വെക്കുക. വായിക്കണമെങ്കിൽ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് വായിക്കാവുന്നതാണ്. ഉപ്പ് നികുതി എടുത്തു കളയുക, കൃഷിക്കാർ കമ്പോശാമ നികുതി ഇളവാക്കുക, അങ്ങനെ കുറേ ഉണ്ട്, നിങ്ങൾ വായിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നാളത്തെ പരീക്ഷയ്ക്ക് ഷുവർ ആയിട്ടും കാണാവുന്നതാണ്. 100% ഷുവർ ആണ്. ഓക്കെ, 100% ഷുവർ ആണ്. ദ റീസൺസ് വൈ ഹി സെലക്ടഡ് സോൾട്ട് ആസ് ഉപ്പ് നികുതി എടുത്തു കളയാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ്. ഓക്കെ, ഉപ്പ് നികുതി എടുത്തു കളയാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഇത്രയുണ്ട്. നിങ്ങളൊന്ന് നോക്കി വെക്കുക. ഓക്കെ, ഉപ്പ് നികുതി എടുത്തു കളയാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. ദ റീസൺസ് വൈ ഹി സെലക്ടഡ് സോൾട്ട് ആസ് എ പവർഫുൾ വെപ്പൺ അഗേൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക. അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ഘടകങ്ങൾ. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ഘടകങ്ങൾ ഇത് ഒരു 2 മാർക്കിന് ചോദിക്കാം. ഒരു 20% ചാൻസ് ഉണ്ട്. 2 മാർക്കിന് നിങ്ങൾക്ക് വേണം ചോദിക്കാം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ഘടകങ്ങൾ. അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ എന്തല്ല. ഇതൊരു 3 മാർക്കിന് നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, 3 മാർക്കിനോ അല്ലെങ്കിൽ 2 3 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കാം. ഇതൊരു 20% ചാൻസ് ഉണ്ട്. നോക്കി വെക്കുക. അടുത്ത നിങ്ങൾക്കുള്ള ലാസ്റ്റ് ഒരു ടോപ്പിക്കാണ് വേറിട്ട വഴികൾ. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ചോദിക്കാവുന്ന ഒരു എസ്സേ ആണ് 6 മാർക്കിന് എസ്സേ, അല്ലെങ്കിൽ സ്വരാജ് പാർട്ടിയെ കുറിച്ച് ചോദിക്കാം, റിപ്പബ്ലിക്കൽ ആർമിയെ കുറിച്ച് ഒരു 2 മാർക്ക്. ഇതിന് രണ്ടും ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കത്തുള്ളൂ. പിന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഇതൊരു 2 മാർക്കേ ഉള്ളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവനകളും കോൺട്രിബ്യൂഷനും
ഇനി അതുപോലെ തന്നെ മൗണ്ട് ബാറ്റൻ പാൻ, ഇതൊരു 4 മാർക്കിന് ചോദിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇതിൻ്റെ സ്ലൈഡ് എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റാഞ്ഞിട്ടാണ്. സോ ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഈ ഒരു ഭാഗത്തു നിന്നും ഒരു 20% മൊത്തം ഒരു 20% ഉണ്ട്. എസ് എ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. കുറേ ചോദിച്ച് കണ്ടിട്ടുണ്ടോണ്ട് എസ് എ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ സമരവും സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതുപോലുള്ള വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SSLC പഠിക്കുന്ന കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.